ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്തുള്ള പനമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഇവിടെ പത്തായത്തിങ്കൽ എന്ന് പറഞ്ഞ ഒരു നേർച്ച ഉണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് സിമോണാണ്. സിമോണ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ എന്നുള്ളതിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അടിപൊളി ഒരു നേർച്ച ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നേർച്ചൻ്റെ കാഴ്ചകളാണ് ഇന്ന് പുള്ളിക്കും നിങ്ങൾക്കും കാണാനുള്ളത്. അതേപോലെ ഞാൻ മുന്നേ മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാട് ഈ ഒരു നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അടിപൊളി നേർച്ച മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. ഈ ഒരു നേർച്ചയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്ക് പോകാം. ഓക്കെ, ഈ പള്ളി വരുന്നത് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ പോയി വരുന്നവർക്കൊക്കെ നല്ല സൗകര്യമാണ്. അതേപോലെ തന്നെ ഈ നേർച്ചൻ്റെ ഭാഗമായിട്ട് രണ്ട് സൈഡിലായിട്ട് കച്ചവടക്കാർ നന്നായിട്ടുണ്ട്. നല്ലൊരു വൈകിട്ടാണ്. നമ്മളിന്ന് നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വൈകിൽ തന്നെ കിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി പൊരിക്കടിയും ചായയും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഫുള്ള് കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പള്ളി വരുന്നത് കേട്ടോ. പിന്നെ വരവെല്ലാം വരുന്നത് കുറച്ചുകൂടി കണ്ടു കഴിഞ്ഞാൽ ഹായ് ഹലോ ഹായ് കുഞ്ഞു ബാവ. പിന്നെ ഇവിടുത്തെ ചരിത്രം കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ള ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. അവരതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയും നേർച്ചയൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെയൊക്കെ പൊരിയുടെ ആളൊന്നും കാണുന്നില്ല. കൈ വെച്ചിട്ടുണ്ട്. ഇവിടെ കമലമരമെല്ലാം കൊടുക്കുന്ന ഒരു ഏരിയ. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കച്ചവടമുണ്ട്. നല്ല കച്ചവടക്കാരുണ്ട്. കുറേ വീടുകളും പിന്നെ അടിപൊളി. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നല്ലൊരു അടിപൊളി ഒരു മല ഉണ്ട് കേട്ടോ. ഈ മലയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നുണ്ട്. ഹായ് പാർക്ക് ചെയ്യരുതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പള്ളിൻ്റെ അതായത് ഈ മക്കാമിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ അവരുടെ പത്തായം. ഇവിടെയാണ് ഈ ഒരു നേർച്ച നടക്കുന്നത്. ഈ വീടും ഇവിടെ ഒരു പത്തായമുണ്ട്. ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഇവിടുത്തെ കുറേ ആളുകൾ ഈ ഒരു നേർച്ചക്കുള്ള അരികളൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. എല്ലാ ജാതി മതസ്ഥരും വരുന്നൊരു പള്ളി ഒരു നേർച്ചപ്പുരയൊക്കെയാണ്. അതിൻ്റെ അകത്താണ് അസ്സലാമു. എൻ്റെ പേര് അലി അക്ബർ. ഞാൻ ഈ പത്തായം കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ്. ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഈ പത്തായത്തിന് വീരാനാലിപ്പാവൻ്റെ പേരിൽ നടന്നു വരുന്ന നേർച്ച പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പനമണ്ണ എന്ന ഭാഗത്ത് വർഷങ്ങളായി നടന്നു വരുന്ന ഈ നേർച്ചയുടെ ഒന്നാമത്തെ ദിവസമായ കൊടിയേറ്റിക്കയറ്റലാണ്. ഇവിടെ രണ്ടാമത്തെ ദിവസം പെട്ടിവരവും അതിനോടനുബന്ധിച്ച് മൂന്നാമത്തെ ദിവസം രാവിലത്തെ ദ്വാരത്തിലോടുകൂടി മൗലൂദ് പാരായണം കഴിഞ്ഞ് അന്നദാനവും നടക്കാറുണ്ട്. ഇത് വീരാനാലിപ്പാവൻ്റെ അമ്പംകുന്ന് വീരാനാലിപ്പാവൻ്റെ പത്തായമാണ് ഇവിടെ ഉള്ളത്. ഈ പത്തായത്തിൽ വരുന്ന ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ഇവിടെ വന്ന് കാലങ്ങളായി ഇവിടെ കാണിക്ക വെച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അനുഭവിച്ചു പോരുന്ന ഒരു പത്തായമാണ് ഈ വീരാനാലിപ്പാവൻ്റെ പേരിൽ നടന്നു വരുന്ന ഈ ആഘോഷം. ജാതി മതഭേദം എല്ലാവർക്കും ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്ത് എല്ലാ ഭാഗത്തും ഇത് 2-3 ഭാഗത്തായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ഭക്ഷണം ആണ് ഇവിടെ മെയിൻ പ്രധാനം. അന്നദാനം 4 മൈൽസിലുണ്ട്, പനമണ്ണ സെൻട്രലുണ്ട്, പനമണ്ണ യൂണിയൻകാരുടെ വകയുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം, ഇന്നലെ മുതൽ ഭക്ഷണമാണ് ഇവിടെ പ്രധാനം. എൻ്റെ പേര് ഹസൻ എന്നാണ്. എൻ്റെ വീട്ടിലാണ് നേർച്ച നടക്കുന്നത്. ഞങ്ങളെ അമ്മമാരും വാപ്പരായിട്ടൊക്കെ കൊണ്ടു നടത്തിയിരുന്നതാണ്. അവർക്കതിൻ്റെ ഫുൾ ചരിത്രമേ. അവർ പറഞ്ഞത് ചരിത്രമാണ്. ഇവിടെ ഇപ്പം അവർ കാലത്ത് അണങ്ങമലയിൽ വന്നു. അവിടുന്ന് നമ്മുടെ വീട്ടിൽ വന്നു. അന്നത്തെ കാലത്ത് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അന്ന് മാമാനോട് വെച്ച് ഭക്ഷണം ഉണ്ടോ ചോദിച്ചു. അന്ന് നമ്മുടെ വീട്ടിലൊന്നും പണിയും തോരല്ലാതെ ഒക്കെ ബുദ്ധിമുട്ടി കഴിയുന്ന കാലമാണ്. അന്ന് മാമ പറഞ്ഞു ഇവിടെ ഭക്ഷണമൊന്നുമില്ല. കാരണം പവനെ കണ്ടിട്ടില്ല. ഇത് വരുന്നത് വീരാനൗലിയപ്പാവെന്നുള്ള എൻ്റെ മാമാക്കും മകൻ ആർക്കും അറിയില്ല. അന്നും പവ പറഞ്ഞു നിങ്ങൾ അടുക്കളയിൽ പോയി നോക്കിയാണ്. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഒരു മൺചട്ടി നിറയെ ചോറായിരിക്കണത്. അങ്ങനെ പവ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പിന്നീടാണ് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വരും. അതിനോടനുബന്ധിച്ച് പവ മരിച്ചിട്ട് 59 വർഷം കഴിഞ്ഞു. അടുത്ത വർഷം 60ാമത്തെ വർഷമാണ്. ഇപ്പോൾ അവൻ മരിക്കണതിൻ്റെ മുന്നേ നടക്കുന്ന ചരിത്രങ്ങളാണ് നേർച്ചയും കാര്യങ്ങളൊക്കെ. അന്ന് മുതലേ ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ മുകളിലാണ് നടക്കുന്നത്. ഈ പത്തായത്തിൻ്റെ താക്കോലി നടക്കുന്നത് ഒരു നായന്മാരത്താണ്. പത്തായം തുറക്കാൻ വരുന്നത് ഒരു കരുവാന്മാരാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ട് അങ്ങനെ നടക്കണതാണ്. അങ്ങനെ സൗഹാർദ്ദമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ വരുന്ന പൈസയിൽ കംപ്ലീറ്റ് അന്നദാനങ്ങൾ ചെയ്യാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ അന്നദാനം കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
ഇതിൻ്റെ മെയിൻ ആവശ്യങ്ങൾ നടക്കുന്ന അന്നദാനമാണ്. ഇപ്പം അവർക്ക് കാര്യപ്പെട്ട ചർച്ചയും അന്നദാനം കൊടുക്കുന്ന ഒരാളും വിശന്നിരിക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ നടക്കണം. ഇനി അങ്ങനെ നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. മൊയ്തുക്കതാ ഇവിടെ ഉണ്ട്. സിമോണായിട്ട് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കമ്പനി ബാഗ് കിട്ടുന്ന. ഹായ്. Buongiorno a tutti e benvenuti, oggi faccio la blogger e siamo qui in questo paesino dove c'è una bellissima festa e questo è il ragazzo che con il suo piffero incanta e vende le sue magie da incastrare che diventano delle spade magiche. Ecco, siamo in questo paese bellissimo in provincia di Catanzaro, no, in provincia Malapuram, no neanche, di Palakkad. Ecco. ഇതാണ് പള്ളി കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീട് വരുന്നത്. അതിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു പത്തായം വരുന്നത്. പത്തായത്തിൻ്റെ ഈ ഒരു പള്ളീൻ്റെ വീട്ടിൽ ഉള്ള ഈ ഒരു ഷെഡിൽ വെച്ചിട്ടാണ് ഫുഡ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എല്ലാം പന്തലിട്ടുണ്ട്. ഫുഡ് കൊണ്ടുപോകാനും ഫുഡ് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വലിയൊരു പന്തൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു പന്തൽ. ഇവിടെ ബീഫ് ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നദാനത്തിനുള്ള ബീഫ് ക്ലീൻ ചെയ്യുന്നതാണ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത് കേട്ടോ. ഈ ഒരു വഴിയിൽ ഈ ഒരു റോട്ടിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെയാണ് ക്ലീനിങ് ചെയ്യുന്നത്. നല്ല ഒരു അടിപൊളി റോട്ട്. ഹായ്. ഇവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. ഒരുപാട് ആളുണ്ട്. ഏകദേശം ഒരു 9 പോത്തിനെയാണ് ഇവിടെ അറുത്തിട്ട് ഈ ഒരു ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു ബീഫ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ എത്ര ടൺ? 3.5 ടണ്ണ് അരിയാണ് നാളേക്കൊക്കെ. നാളെ അല്ലേ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. നിസ്കാരത്തിന് ശേഷം മൗലിദ് തുടങ്ങും. മൗലിദിന് ശേഷം അന്നദാനം തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് 12 മണിയാകുമ്പോഴേക്കും തന്നെ ഈ ഫുഡിൻ്റെ പരിപാടി എല്ലാം ഇപ്പോൾ തന്നെ അതാ ഈ ഒരു ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ അരിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടുന്ന് പെട്ടി വരവില്ല ഘോഷയാത്രയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം എത്ര മണിക്ക് അങ്ങോട്ട് കയറാം? അതൊക്കെ രാത്രി 10 മണിക്ക് ശേഷം 10 മണിൻ്റെ ശേഷമാണ് അതെല്ലാം കയറാം. പക്ഷേ പല ഭാഗത്തും അന്നദാനം നടക്കില്ല. അന്നദാനം കഴിഞ്ഞ ശേഷം എല്ലാ ഭാഗത്തും ഇന്ന് എല്ലായിടത്തും അന്നദാനം ഉണ്ട്. ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ അന്നദാനം ഉണ്ട് വൈകിട്ട്. നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ അന്നദാനമാണ് ഇവിടെ കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്നദാനത്തിൻ്റെ കാര്യത്തിലാണ് ഇവരെല്ലാവരും ഇവിടെ സെറ്റായി നിൽക്കുന്നത് കേട്ടോ. ഈ വരവും അതേ കാര്യങ്ങളിലൊന്നും അത്ര വല്ലാതെ ഇമ്പോർട്ടൻസ് ഇല്ല. അതേപോലെ തന്നെ ഇവിടെ നേരത്തെ സിമോണ ഉണ്ട് എൻ്റെ കൂടെ. പിന്നെ അപ്പോൾ ഈ നേർച്ചൻ്റെ ഇതിന് അത്ര ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അന്നദാനത്തിനാണ് പ്രാധാന്യം. ഈ പെട്ടിവരവ് ഇതിനൊന്നും അത്ര വലിയ ഒരു ഇത് കാണുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് രാത്രിയിൽ അധികം നല്ല വൈഭാവാൻ സാധ്യത തോന്നുന്നു. അത് വെച്ചപ്പോൾ ഇരുട്ടായിട്ടില്ല. ഇരുട്ടായി കഴിഞ്ഞാലല്ലേ ഈ വരവിനൊക്കെ കുറച്ച് പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ ഏതായാലും നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അതും കൂടി കാണിച്ചു തരാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു. ഇതവിടെ കുറേ ആൾക്കാരുണ്ട്. സിമോണായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നാണ് ഇതവൾ. ഇയാളെന്താ ചെയ്യുന്ന പറഞ്ഞേ? ഡിപ്ലോമ കഴിഞ്ഞ് വർക്ക് ചെയ്യും. ഇതിവിടെ ഒരു 10th റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതാ കമ്പനി പുള്ളിനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഹായ് ചേച്ചിയാ. ഹായ്. ഹായ്. ഇതാണ് പത്തായ കേട്ടോ. ഈ പത്തായാണ് ഇവിടെ ബീരാനൗലിയാൻ്റെ ചരിത്രമുള്ള പത്തായ. ഈ കാണുന്നതാണ് അമ്പംകുന്ന് ബീരാനൗലി പാപ്പാൻ്റെ പത്തായ. ഫസ്റ്റിൽ ഇവിടെയാണ് വന്നിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തൊരു വടി ഉണ്ടെന്ന് പറഞ്ഞത്. അത് ഇവർ ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം ആണ് ഈ ഒരു വടി കാണാൻ പറ്റുക. ഇപ്പം പുറത്തൊന്നും അങ്ങനെ കാണുമ്പോൾ തുറന്ന് ഇതാക്കുമ്പോൾ അല്ലേ ഇത് ഇവർ ഈ ഒരു വീട്ടിലുള്ള ഫാമിലിയാണ് കേട്ടോ. ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതാണ് കേട്ടോ പത്തായം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്
ഇത്ര ഡീപ്പായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ഒരുപാട് പഴക്കമുള്ള, ഒരുപാട് വർഷം പഴക്കമുള്ള പത്തായാണ് അല്ലേ. ഇവിടെ നല്ല ബജ്ജി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ബ്രോ, ഹായ്. റെക്കോർഡ്
മതസൗഹാർദ്ദത്തിന്റെ മനുഷ്യ കവചം ലഭിച്ചു. ഇപ്പൊ ഞാനുള്ളത് 4 മൈൽ അന്നദാന കമ്മിറ്റിന്റെ കൂടെ ഉണ്ടോ. ഇവിടുത്തെ ഈ ഒരു ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 7 മണിക്ക് ഫുഡ് സെർവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7 മണിക്കല്ലേ? നിങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ആൾക്കാരൊക്കെ ഒന്ന് പേരൊക്കെ പറയും. പേര് പറയും. ആരാ പ്രസിഡന്റ്? പ്രസിഡന്റിന്റെ പേരെന്താ? സലീം. ഇതാണ് പ്രസിഡന്റ് സലീം. ബാക്കിയുള്ളവരൊക്കെ പേരൊന്ന് പറഞ്ഞു. ഇവരെല്ലാരും ഭാരവാഹികള്. ഇവരെല്ലാരും ഇവിടെ സജീവമായിട്ട് ഈ ഒരു സംഭവത്തിന് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ കൂടെ ഇവരല്ലാതെ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. കൺവീനറുണ്ട്. അപ്പുറം കൺവീനറുണ്ട്. ഇതിൽ ഇവരെ ഈ വീഡിയോയിൽ വേണ്ടാത്ത ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും അപ്പുറമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് കുറെ സംഭാവനയൊക്കെ വന്ന കുറെ ടീമുകൾ ഗൾഫിലൊക്കെ ഉള്ളവരുണ്ടാവും തോന്നുന്നു. അപ്പൊ പ്രവാസികളൊക്കെ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നാട്ടിലുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ തൊട്ട മുന്നിൽ തന്നെ ആയിട്ട് ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് കൂടി കാണിച്ചു തരാം. PT ആർട്സ് ഇവരെ പ്രത്യേക സ്പോൺസർ PT ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണെന്ന് തോന്നുന്നു. കമ്പനിയാണ്. അവരാണ് ഇതിലേക്ക് ഈ സംഭാവന കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരുപാട് ഇത് എന്താ പറയാ, ഇത് ഫുഡിന്റെ ഇത് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറിയിട്ട ബീഫാണ് അല്ലേ? ബീഫും ഈ മഞ്ഞച്ചോറും ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇവിടെ ആയിട്ട് അവർ ഭക്ഷണം കൊടുക്കുന്നത്. ഇത് ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്ക് ബാക്കിലാണ്. അവിടെ ക്ലിയർ കുറവായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാനുള്ള ടൈമായി. ഒറ്റപ്പാലം പനമണ്ണ നേർച്ചന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളെ ഫ്രണ്ടിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഡിന്നർ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ ഇവിടെ മറ്റൊരു വീഡിയോസുമായി തന്നെ വരാം. ഓക്കെ, ബൈ.